ഓച്ചിറയിൽ MDMAയുമായി യുവാവിനെ പിടികൂടിയ കേസിൽ പോലീസ് കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടന്നു. റിമാൻഡിൽ കഴിയുന്ന അനൂപിന് MDMA വാങ്ങാൻ സഹായം ചെയ്തു നൽകിയ 2 പേരെ ബംഗളൂരുവിൽ നിന്ന് ഓച്ചിറ പോലീസ് പിടികൂടി. ദിവസങ്ങൾക്ക് മുൻപാണ് ചങ്ങൻകുളങ്ങരയിൽ താമസിച്ചിരുന്ന അനൂപിനെ MDMAയുമായി പോലീസ് പിടികൂടിയത്. നമുക്ക് ചുറ്റുമുണ്ട് നാം അറിയാതെ ലഹരി മാഫിയ സംഘങ്ങൾ. കൗമാരക്കാരെ വലയിലാക്കി കാശുണ്ടാക്കുന്ന വൻ സംഘങ്ങൾ. പിന്നീട് കസ്റ്റമേഴ്സ് തന്നെ സപ്ലയേഴ്സായി മാറുന്ന സാഹചര്യം. ദിവസങ്ങൾക്ക് മുൻപാണ് ചങ്ങൻകുളങ്ങരയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന കോട്ടയം സ്വദേശി അനൂപിന്റെ പക്കൽ നിന്ന് പോലീസ് 17.5 ഗ്രാം MDMA പിടിച്ചെടുത്തത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓച്ചിറ പോലീസും ഡാൻസാഫും ചേർന്ന് അനൂപ് എന്ന യുവാവിനെ പിടികൂടിയത്. ഇയാളുടെ വീട്ടിൽ നിന്ന് MDMA തൂക്കാൻ ഉപയോഗിക്കുന്ന ത്രാസും മറ്റുപകരണങ്ങളും കണ്ടെത്തിയിരുന്നു. സ്കൂൾ കോളേജ് കുട്ടികൾക്ക് വിൽക്കാനാണ് ലഹരി എത്തിച്ചിരുന്നത്. അറസ്റ്റിന് ശേഷം അനൂപിന്റെ മൊഴി രേഖപ്പെടുത്തുന്നതിനിടയിലാണ് അതിർത്തി കടന്നെത്തുന്ന മയക്കുമരുന്ന് ലോബിയിലേക്ക് അന്വേഷണം വ്യാപിക്കുന്നത്. നാട്ടിലെ കുട്ടികൾക്ക് വിൽക്കാനായി മയക്കുമരുന്ന് ഒഴുകിയെത്തുന്ന പ്രധാന സ്ഥലങ്ങളിലൊന്നാണ് ബംഗളൂരു. ബംഗളൂരുവിൽ നിന്നാണ് അനൂപിനും ലഹരി ലഭിച്ചിരുന്നത്. അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളുടെയും മൊഴിയുടെയും അടിസ്ഥാനത്തിൽ ബംഗളൂരുവിലെത്തിയ ഓച്ചിറ പോലീസ് അതിവിദഗ്ധമായി കൂട്ടുപ്രതികളെയും പിടികൂടി. ബംഗളൂരുവിൽ നിന്ന് MDMA വാങ്ങാൻ ഇടനിലക്കാരായി പ്രവർത്തിച്ച 23ഉം 26ഉം വയസ്സുള്ള തൃശൂർ സ്വദേശി റിദ്വാൻ, പുനലൂർ സ്വദേശി കൃഷ്ണേന്ദു എന്നിവരെ ഓച്ചിറ പോലീസ് പിടികൂടുകയായിരുന്നു. ഓച്ചിറ SHO പ്രസാദിന്റെ നേതൃത്വത്തിൽ CPOമാരായ വിനീഷ്, അനേഷ്, അഫ്സൽ എന്നിവരടങ്ങുന്ന സംഘമാണ് ബംഗളൂരുവിൽ നിന്ന് പ്രതികളെ പിടികൂടിയത്. ഇവരെ കോടതി റിമാൻഡ് ചെയ്തു. മയക്കുമരുന്ന് കേരളത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ കണ്ടെത്താനായി വിപുലമായ പരിശോധനയാണ് നടന്നുവരുന്നത്. ന്യൂസ് മലയാളം, കൊല്ലം.